മെട്രോനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നെഹമ്യാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നെഹമ്യാവ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും 4 മാസത്തോളം ഇരുന്ന് അവിടെ നിന്ന് രാജാവിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കാണണം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്കത് അതിൻ്റെ ആ കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നെഹമ്യാവ് അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ വേണ്ടതായിട്ടുള്ള എല്ലാ പെർമിഷൻസും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതിന് അവസാനം എന്താണ് ചെയ്ത് അവർ അങ്ങനെ നദിക്കക്കരെ രാജാവിൻ്റെ എഴുത്തും രാജാവ് പടനായന്മാരെയും കുതിരച്ചേവരെയും എല്ലാം കൂട്ടിയാണ്, ആരും തടസ്സപ്പെടുത്തരുത്, അങ്ങനെയാണ് അവനെ അയച്ചത്. അങ്ങനെ അവർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ, നെഹമ്യാവ് 2:10 വരുമ്പോഴേ അവിടെ ഒരു 2 പേരുണ്ട്. അവിടെ നാടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാ സൻബല്ലത്തും തോബിയാവും. അതുകൊണ്ട് അവർക്കിത് അനിഷ്ടമായി. അതുകൊണ്ട് സൻബല്ലത്തും തോബിയാവിനും ഈ പണിയൊക്കെ ചെയ്യുന്നത് അനിഷ്ടമായി. നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചാൽ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് അങ്ങനെയാണ്, ചില ആളുകളെ നശിച്ചിരിക്കുന്ന ചിലർ കാണാൻ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും, നെഗറ്റീവായിട്ട് നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡിന് മുമ്പ് പറഞ്ഞു, അങ്ങനെ നെഗറ്റീവ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് വാട്സാപ്പിൽ നിങ്ങൾ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യണം. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാനായിട്ടിരിക്കുന്നവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ അവരെ ഇഗ്നോർ ചെയ്ത് കളയാണ് ആവശ്യം. ചില സമയങ്ങളിൽ എന്താണ്, അത് കൂടാതെ തന്നെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സും ചിലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളെ കളിയാക്കും. അങ്ങനെയുണ്ട്. കാരണം ചില തീരുമാനങ്ങളൊക്കെ എടുത്തോ, അവന് വലിയ വിശ്വാസിയ, അല്ലെങ്കിൽ അവനിപ്പം വലിയ ദൈവഭാഗത്ത് നിൽക്കുക, ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വീട്ടിലുള്ളവർ പോലും പലരും കളിയാക്കിയെന്നായിരിക്കും. അങ്ങനെ വരുമ്പോഴേ 2:19 കാണാം, സൻബല്ലത്തും തോബിയാവും ഗേശെമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം അവർ 20-ാം വാക്യത്തിൽ പറയുന്നു, അതിനവർ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറയാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് അവരത് പറയുന്നത്, ദൈവശബ്ദം കേട്ടിട്ടാണ് അവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ദൈവശബ്ദം കേട്ടിട്ടാണ് അവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ വഴിയിൽ വെച്ച് ദൈവം തടസ്സപ്പെടുത്തിയത് നിർത്തത്തില്ല. ശത്രുക്കളുണ്ടാവും, എപ്പോഴും ശത്രുക്കളുണ്ടാവും. നമുക്ക് ഓർക്കാം, ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിൽ നടപ്പാക്കാതിരിക്കാൻ പിശാച് ഏദൻ തോട്ടത്തിൽ തൊട്ട് തുടങ്ങിയ കാര്യമാണ്. അത് അവിടുന്ന് തുടങ്ങിയ കാര്യം സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്നത് വാക്തത്വം ഉള്ളവർക്കാണെന്ന് കഴിഞ്ഞ 2-3 എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ ഒരു വാക്തത്വമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളുടെ മേളിലൊരു വാക്തത്വമുണ്ട്, ഉറപ്പാണ്. ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം ദൈവത്തിൻ്റെ വാക്തത്വം ഉള്ളതാണ്. അതിന് ദൈവത്തിൻ്റെ മക്കൾക്ക് കൂടുതൽ പ്രതികൂലങ്ങൾ വരും. എന്നാൽ ആ പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുക തന്നെ ചെയ്യും. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് വെച്ചാൽ അസംഖ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പർ. എന്നാൽ ദൈവം എല്ലാറ്റിൽ നിന്നും ഒരെണ്ണത്തിൽ നിന്ന് വിടുവിക്കുമെന്നല്ല പറഞ്ഞു, എല്ലാറ്റിൽ നിന്നും വിടുവിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രോമിസാണത്, ദൈവം അത് ചെയ്യും. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ പ്രോമിസ് ക്ലിങ് ഓൺ ചെയ്ത് ധൈര്യത്തോട് പറഞ്ഞപ്പോഴേ ദൈവത്തിന് പിന്നെ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ദ പവർ ഓഫ് ദ വേർഡിലെ ഞാനത് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നൊരു വചനമാണ്. അതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന് നടത്താതിരിക്കാൻ പറ്റത്തില്ല. ദൈവം അത് വിശ്വസ്തരായിട്ടത് സ്ഥിരമാക്കി വെച്ചിരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് നമ്മൾ ആരൊക്കെ കളിയാക്കിയെന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞിട്ടുണ്ടോ, ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, യാതൊരു വ്യത്യാസമില്ല. ഇന്ന് ആളുകൾക്ക് ആ ട്രസ്റ്റ്, ആ ആശ്രയം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആശ്രയം നഷ്ടപ്പെട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് അമേരിക്കയിൽ ഒരു ഇൻസിഡൻറ്റ് നടന്ന് ഞാൻ വായിച്ചതാണ്. ഒരു പള്ളിയുടെ അടുത്ത്, പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ആരാധനത്തിനടുത്ത് ഒരു മദ്യഷാപ്പ് തുടങ്ങി.
മദ്യഷാപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ മദ്യഷാപ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിന് അതൊരു വലിയ വിലങ്ങുതടിയാവും എന്നൊക്കെ അവരിന്ന് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു എന്നല്ല, എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഒരു ദിവസം ആ മദ്യഷാപ്പ് തീ കത്തി. അന്നേരം മദ്യഷാപ്പ് തീ കത്തിയപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നാണ് കത്തിയത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു നിയമമില്ല, ഷോർട്ട് സർക്യൂട്ട് വന്ന് കത്തി. എന്നാൽ ഇയാൾ പോയിട്ട് കേസ് കൊടുത്തു, പള്ളിക്കെതിരായിട്ട് കേസ് കൊടുത്തു. പള്ളിയിലുള്ള ആൾക്കാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മദ്യഷാപ്പ് കത്തിയതെന്നും പറഞ്ഞ് അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഈ ഫാക്റ്റ് നോക്കിയിട്ട് ആ കോർട്ടിലെ ജഡ്ജ് ആളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു. പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചെയർമാനും സെക്രട്ടറി എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചാണോ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയത് പ്രാർത്ഥിച്ചാണെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. അതിൽ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു സത്യം, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് കത്തിയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ ആൻസർ ആണ് പറയുന്നത്. എന്നാൽ ആ കള്ളിഷാപ്പ് അല്ലെങ്കിൽ ആ വൈൻ ഷോപ്പ് ഉടമയ്ക്ക് അറിയാമായിരുന്നു ദൈവം ഇടപെട്ടുകൊണ്ടാണ് അത് കത്തിയത്. അയാൾക്കുള്ള വിശ്വാസം പോലും എവിടെ പ്രാർത്ഥനയ്ക്കുള്ള വിശ്വാസവും ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷേ വിശ്വാസമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കും, വിശ്വാസമില്ല. അതിന് പ്രതികൂലങ്ങൾ വരുന്ന സമയത്ത് സൻബല്ലത്തും തോബിയാവും പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ദേഷ്യമല്ല വരേണ്ടത്, ദൈവത്തോട് അപേക്ഷിക്കുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാം. അവർ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാർ എവിടെ കിടക്കുന്നു, ഇതെല്ലാം അതിനകത്ത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. അവർ പണിഞ്ഞാലും ഒരു കുറുക്കൻ കയറിയാൽ അത് ഉരുണ്ട് വീഴും എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്ന കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ യെരുശലേമിന് 8-ാം വാക്യത്തിൽ യെരുശലേമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പോഴേ 9-ാം വാക്യത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവിടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. അവിടെയും കാണാം ദൈവത്തിൻ്റെ സന്നിധിയിലെ എല്ലാ പ്രതികൂലങ്ങളും, ഈവൻ യുദ്ധം വരുന്ന പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അന്നേരം കൂടുള്ളവരുടെ എതിർപ്പ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് എല്ലാം ഇതെല്ലാം വന്നു. എന്നാലും അവർ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒക്കെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു കള്ളപ്രവാചകന്മാർ എവിടെ എതിരെ വന്ന് പ്രവചിക്കുകയാണ്. കള്ളപ്രവാചകന്മാർ ഇതിനകത്ത് വായിക്കാം. 15-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് അറിവ് കിട്ടിയെന്നും ദൈവം അവരുടെ ഈ ആലോചന നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലിങ്കൽ താന്താൻ്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാനിടയായി. അവിടെ നിന്ന് ആളുകൾ പ്രവചിക്കുകയാണ്. യവൻ ചെയ്യുന്നത് നെഹമ്യാവിനെതിരെ പ്രവചിക്കുകയാണ്. ഇന്ന് സഭയിൽ നിന്ന് പോലും പലപ്പോഴും ദൈവമക്കൾക്ക് എതിരായിട്ടുള്ള പ്രവചനവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവ ശബ്ദം കേട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഫെയിലായി പോവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ ഒപ്പോസിഷൻസ് വന്നാലും ആ ഒപ്പോസിഷന് നമ്മൾ പോയി കേസ് കൊടുക്കുകയും ചെയ്യുകയും ഒന്നും വേണ്ട. ദൈവസന്നിധിയിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് തന്നെ പല സഭകൾ തമ്മിൽ അന്യോന്യം കേസ് നടക്കുക അല്ലേ? ദൈവവചനത്തിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് ദൈവത്തെ അറിയാത്ത കോടതിയിലിരിക്കുന്ന ചില ജഡ്ജസാണ് അല്ലേ? അവരെന്താ നോക്കുന്നത്? അവർ ഫാക്റ്റ്, നേരത്തെ ഉള്ള ഹിസ്റ്ററി, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ തീരുമാനം എടുക്കുന്നത്. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നതെന്ന് അവർക്കറിയത്തില്ല. ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നേരത്തെ ഒരു വിധി ഈ സഭ തമ്മിലുള്ള കേസ് വന്നപ്പോൾ ബൈബിൾ മുഴുവൻ വായിച്ച ജഡ്ജി അവസാനം രക്ഷിക്കപ്പെട്ടു. ജഡ്ജി രക്ഷിക്കപ്പെട്ടിട്ട് പറഞ്ഞു, ഈ കേസിന് വിധി പറയാനായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞ് അയാൾ ആ ബെഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സഭയിൽ പോലും ഇങ്ങനെ എതിരായിട്ടുള്ള പ്രവർത്തനമാണ് വരുന്നത്. ആ സമയത്ത് ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിനയപ്പെടുത്തുക എന്നുള്ള 6:15 വരുമ്പോഴേ നെഹമ്യാവ് 6:15 റെക്കോർഡ് സമയം കൊണ്ട് 52 ദിവസം കൊണ്ട് ആ മതിൽ പണിഞ്ഞു തീർന്നു. ആ മതിൽ സൻബല്ലത്തും തോബിയാവും പറഞ്ഞു കുറുക്കൻ കയറിയാൽ പോലും അത് മറിഞ്ഞു വീഴുമെന്ന്. എന്നാൽ അതൊരു ആന കയറിയാൽ പോലും വീഴാത്ത രീതിയിലുള്ളൊരു മതിലാണ്.
എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ AD 70 യെരുശലേം അത് മതിൽ അറ്റാക്ക് ചെയ്തപ്പോഴേ അന്ന് ഈ ദൈവത്തിൻ്റെ അഭിഷക്തൻ പണിഞ്ഞ മതിലാണത്. ഒരുപാട് പാടുപെട്ടാണത് പൊട്ടിച്ചത്. അന്ന് പൊട്ടിക്കാനായിട്ട് നോക്കിയിട്ട് വലിയ പ്രയാസമായിരുന്നു. അത് മനസ്സിലാക്കുക, ഇത് പണിഞ്ഞതൊന്നും ഈ വലിയ കഴിവുള്ളവരൊന്നുമല്ല. പുരോഹിതന്മാരും ലേവ്യരും എല്ലാം കൂടെ ചേർന്ന് അവർ പണിഞ്ഞത്. അവർക്ക് ഈ കൺസ്ട്രക്ഷനകത്ത് ഒരു മുൻപരിചയവുമില്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ അഭിഷേകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില ആളുകൾ വിചാരിക്കും, അയ്യോ എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നിന്നെ ദൈവം ആ പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നത് നിൻ്റെ കഴിവ് കൊണ്ടല്ല. പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ പഠിച്ചു ഇത്രയും കഴിവൊക്കെ നേടി എന്ന്. അതൊന്നുമല്ല. ഒരു മിനിറ്റ് മതി, ഒരു സെക്കൻഡ് മതി ആ ശ്വാസം എടുക്കാനായിട്ട്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് കോവിഡ് വന്നപ്പോഴേ നമ്മൾ കാണാമായിരുന്നു, ഇവിടെ കിടന്ന് എണ്ണുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാമായിരുന്നു. എന്താണ്, പുറത്തോട്ട് പോലും ഇറങ്ങാൻ എന്തോ പേടിയായിരുന്നു. വലിയ ക്ലെയിം ചെയ്യുകയും വലിയ ബലമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരുടെ ഒരു ചിന്ത. ഞാനത് പറയാനുള്ള കാര്യം, ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ ഉള്ളിലുള്ളപ്പോഴേ നിനക്കവിടെ വിജയമുണ്ടെന്ന് നിശ്ചയം. കാര്യം, നീ ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നിൻ്റെ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയല്ല. എന്നാൽ നീ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ആവശ്യമാണ്. കാരണം എങ്കിൽ കൂടിയേ ദൈവത്തിൻ്റെ മിഷൻ നിന്നിൽ കൂടി ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം വേണ്ടതായിട്ടുള്ള ഒത്താശകളും നീക്കുപോക്കുകളും തക്ക സമയത്ത് തരിക തന്നെ ചെയ്യും. ആകെ നീ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ദൈവസേനയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുക. ഒപ്പോസിഷൻസ് വരും, പല ഒപ്പോസിഷൻസ് വരും. ഈ ഒപ്പോസിഷൻ്റെ മധ്യത്തിലും ദൈവത്തിലേക്ക് നോക്കുക. അല്ലാതെ ആ സമയത്ത് വേറെ ആലോചന നോക്കാനും വേറെ കോടതി കേസ് നടത്താനും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇത് മേളിലൊരു ന്യായകർത്താവ് ഇരിപ്പുണ്ട്. ഈ നമ്മുടെ കോടതികൾക്കൊക്കെ മേളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്. അതിന് അവനത് തക്ക സമയത്ത് ഇടപെടും. നിനക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു റൈറ്റ് കിട്ടത്തില്ലായിരിക്കും, ചിലപ്പോൾ അവകാശം കിട്ടത്തില്ലായിരിക്കും, നീ ചവിട്ടിത്താഴ്ത്തിയെന്ന് വിചാരിക്കും. എന്നാൽ അവരുടെ കണ്ണിൻ മുമ്പിൽ വെച്ച് തന്നെ ദൈവം നിന്നെ ഉയർത്തി അവരെക്കായും വലിയ പൊസിഷനാക്കാനായിട്ട് കഴിവുള്ളൊരു ദൈവത്തിനോടാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടവും ഒരു ബ്രേക്ക് ഉണ്ടാകുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ഉറച്ചു വിളിച്ച് പറയാം. അവിടെയാണ് നമ്മുടെ ഡെലിവറൻസ് വരേണ്ടത്. അല്ലാതെ കാണുന്നതിലൊക്കെ വക്കീൽ നോട്ടീസ് വായിച്ച് സഹോദരൻ്റെ ഒരു ലൈൻ കൂടിയെന്ന് പറഞ്ഞ് ഒരു വരി കൂടുതൽ വഴിക്ക് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് വായിച്ച് അവനോട് മിണ്ടാതെ അവൻ്റെ വീട്ടിൽ കയറാതെ അവനോട് സഹകരിക്കാതെ ഇരിക്കുന്നിടത്തല്ല. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുട്ടുമടക്കുക. ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്, ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നെഹമ്യാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ആണ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. ഇപ്പോഴേ അവൻ്റെ കൺസ്ട്രക്ഷനകത്ത് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലകളിലെ തോബിയാവും സൻബല്ലത്തും അവർ വന്നിട്ട് അവർക്കെതിരായിട്ട് ഈവൻ യുദ്ധത്തിന് വരെ ആളുകളെ കൂട്ടി ഭയപ്പെടുത്തുവാനായിട്ട് അവൻ്റെ പ്രവൃത്തി നിർത്തിവെക്കാനായിട്ട് അവർ തുനിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ സഹായത്താൽ സകലതും സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. സകല ശത്രുക്കളും നിനക്കെതിരായി വരുമ്പോഴും ദൈവിക സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ മറവിൽ ആണെങ്കിൽ, 91 സങ്കീർത്തനത്തിലെ ആ വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ മറവിടത്തിലായിരിക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കാനായിട്ടില്ല. ഈ ഒരു വലിയ കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവോത്തരം തരിക തന്നെ ചെയ്യും. ഇല്ലെന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കേണ്ട. നിനക്ക് വലിയൊരു വിജയം തരും, അത് ദൈവത്തിൻ്റെ ആത്മാവ് പറയും. ഈ 2 എപ്പിസോഡിൽ നിന്ന് നമ്മുടെ ടേക്ക് അവേസ് എന്താണ്? ഒന്ന്, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുക. ദൈവാലോചന എടുക്കുക. 2, ദൈവാലോചന തന്നു കഴിഞ്ഞാൽ അവിടെ ഉറങ്ങിയിരിക്കുകയല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഈ അർത്ഥശിക്ഷയുടെ രാജധാനിയിൽ വേണമെങ്കിൽ നെഹമ്യാവിനെ അവിടെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇതെല്ലാം ദൈവം അറിയിച്ചു, എനിക്ക് ഒരു സമയമുണ്ട്, ഞാൻ അന്നേരം പൊക്കോളാം എന്ന് പറഞ്ഞിരിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരുന്നതല്ല. കിട്ടിയ ഉടൻ തന്നെ അതിനുള്ള വഴികളെല്ലാം കണ്ടുപിടിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴും അറിയാമായിരുന്നു എനിക്ക് പോകുന്ന വഴിയിലെല്ലാം തടസ്സങ്ങളുണ്ടാകും. കാരണം ഒരു ഫോറസ്റ്റ് മുഴുവൻ പൊട്ടിച്ച് എത്ര വണ്ടികൾ കാണുമോ വന്ന് മരവുമായിട്ട് വന്നൊന്ന് ആലോചിച്ച് നോക്കി.
അത് ഒരു വലിയൊരു ജാഥ പോലെ ആയിരിക്കും വന്നതെന്ന് ഞാൻ വിചാരിക്കുക. കാരണം അന്ന് ഈ ട്രക്കുകളൊന്നും ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്ന പോലെ. അന്ന് ഈ വണ്ടികൾ, കാളയോ അല്ലെങ്കിൽ കുതിരയൊക്കെ ഉള്ള വണ്ടികളിനകത്ത് ഈ തടികളും എല്ലാം കയറ്റി ഇങ്ങനെ വരികയാണ്. വലിയൊരു ജാഥ പോലെ വന്ന് കയറുകയാണ് യെരുശലേമിലേക്ക്. അപ്പോൾ അതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. ഈവൻ ആ തടസ്സം വരുത്തിയ എല്ലാ കാര്യങ്ങളെയും പ്രൊവൈഡ് ചെയ്യും, റെക്കോർഡ് ടൈം. എന്തുകൊണ്ടാണ് ദൈവം തടസ്സം വരുത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം ഇത് പെർമിറ്റ് ചെയ്തത്. കാരണം പിശാചിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിലും ദൈവം പലപ്പോഴും പെർമിറ്റ് ചെയ്യാതെ നടക്കുകയില്ല. അത് ഇത്രയും തടസ്സം ഉള്ളതുകൊണ്ട് ഈ 52 ദിവസം കൊണ്ട് ഇത് ഇവർക്ക് തീർക്കാൻ പറ്റി. ഒരു തടസ്സം ഇല്ലെങ്കിൽ അവരെ കിടന്നേനെ ചിലപ്പം കുറച്ച് അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ വന്ന് പണി ചെയ്യും. ഇതങ്ങനെയല്ല. രാത്രിയിലും പകലും പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആളിനെ കാവൽ നിർത്തി രാത്രിയിലും പകലും ഇൻവോൾവ് ചെയ്ത് വെട്ടവുമൊക്കെ വെച്ച് പണിഞ്ഞ് തീർക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് നല്ലതാണ്. ഓക്കുമരത്തിൻ്റെ കാറ്റടിക്കുമ്പോഴേ ഓക്കുമരത്തിൻ്റെ റൂട്ട് താഴോട്ട് പോകുള്ളൂ എന്ന് പറയുന്നത് പോലെ ചില സമയങ്ങളിൽ പ്രൊട്ടസ്റ്റും ആവശ്യമാണ്. അതുകൊണ്ട് ഞാനിത് ഇവിടെ പറഞ്ഞു തീർക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വിജയം മുമ്പിലുണ്ട് എന്ന് മറന്നു പോകരുത്. ഈ വിജയത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കും. അവിടെ വലിയൊരു ഡെലിവറൻസ് ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരമായിട്ടുള്ള തടസ്സങ്ങൾ, പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്ന് പലപ്പോഴും പിശാച ചിന്ത ഉള്ളിൽ കൊണ്ടുവരുന്നു. എന്നാൽ ചില പെർമിഷൻസ് ഒക്കെ കിട്ടാതെ ഇരിക്കുന്ന ചില ആളുകളുമുണ്ട്. ദൈവമേ, ഈ ദിവസങ്ങളിൽ നിൻ്റെ വലിയൊരു റിലീസ് അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്, ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ, പെർമിഷൻസ് പെൻഡിങ് ആയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് വരുന്നു. ചില ലോണുകളൊക്കെ പാസ്സാവാതെ തടസ്സപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില കൺസ്ട്രക്ഷൻസൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന റെക്കോർഡ് ടൈമിൽ ദൈവം അതിനകത്ത് ഇടപെടുകയും അത് പണി പൂർത്തിയാവാനായിട്ട് ദൈവം ഇടപെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് ആകുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കണം. ഏതൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും അത് മാറുവാനായിട്ട് ദൈവസേനയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുപ്പാൻ കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യുക. നമ്മളിതുപോലെ പല ക്യാരക്ടേഴ്സും പല ഡെലിവറൻസ് മെസ്സേജസും വരുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇത് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈവ് പ്രോഗ്രാം ഫസ്റ്റ് സൺഡേയിൽ എല്ലാ മാസത്തിലും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഇതിൽ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.